അതിന് പിന്നാലെ ആക്രമിക്കപ്പെട്ട നടിയുടെ അതിജീവിക്കുന്ന നടിയുടെ ആദ്യ പ്രതികരണം അല്പം മുൻപാണ് ഉണ്ടായത്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ ഇതിൽ ഒരു പ്രതികരണം നടത്തുകയാണ്. ഈ കേസിന്റെ ഈ തലത്തിലേക്കൊക്കെ ക്രിമിനൽ കേസ് എന്നുള്ള തലത്തിലേക്ക് അന്വേഷണം പോയത് തന്നെ മഞ്ജു ആദ്യം ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞു വെച്ചിടത്താണ്. ദിലീപ് കുറ്റവിമുക്തനായ ശേഷവും ആദ്യം പറഞ്ഞത് മഞ്ജുവിന്റെ പേരായിരുന്നു എന്ന് ഓർക്കണം. ഇപ്പോൾ മഞ്ജുവിന്റെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ തുടങ്ങുകയാണ് മഞ്ജുവിന്റെ പോസ്റ്റ്. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. റിയ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വരിയാണ്, അതായത് ആരാണോ ഇത് ആസൂത്രണം ചെയ്തത് അവർ ഇപ്പോഴും പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ടെന്നുള്ളത് ഭയപ്പെടുത്തുന്നു എന്നുള്ള മഞ്ജു വാര്യരുടെ വരികൾ. ഇന്നലെയായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ അതിജീവിതയുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് തനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ കോടതിയിലൊന്നും വിശ്വാസമില്ല, നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ താനൊരു പോസ്റ്റ് പോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഉണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ കോടതിയിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ വിശ്വാസമില്ല, മാറ്റണമെന്നുള്ള രീതിയിൽ, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോഴുണ്ടെങ്കിൽ ഇതേ കണക്ക് മഞ്ജു വാര്യരും പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ആൾക്കാരെ ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു, പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഇതുവരെ ശിക്ഷിക്കപ്പെടില്ല എന്നാണ് പറയുന്നത്. സോ അത് ആരെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും, ദിലീപിനെ തന്നെയാണ്. ഇത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് കണക്ക് ദിലീപ് ശിക്ഷിക്കപ്പെടില്ല, അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഇത് കടന്നിട്ട് സിനിമയിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമ ബോയ്ക്കോട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെയാണെന്നും പറയുന്നുണ്ട്. അതേസമയം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് അതേ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്, ചുമ്മാ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.